ഈ പഴയ നിയമത്തെ പുസ്തകത്തിനകത്ത് പ്രധാനമായും എടുത്തു പറയേണ്ട പുസ്തകത്താളുകളിൽ ഒന്നത്രേ പ്രവാചക പുസ്തകം എന്ന് പറയുന്നത്. പ്രൊഫറ്റിക്കൽ അനോയിന്റിംഗ് ഉള്ള ദൈവിക പ്രവാചകന്മാർ എഴുതിയ പുസ്തകങ്ങൾ. എന്താണ് പ്രവചനം? പ്രവചനം ദൈവത്തിൽ നിന്നും ഉൾത്തിരിഞ്ഞു വരുന്നതാണ്. ആദ്യത്തെ പ്രവചനം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്തു പറയും? നിസ്സംശയം ഞാൻ പറയും, ആദ്യത്തെ പ്രവചനം വണ്ടി മേടിക്കുന്നതല്ല, ആദ്യത്തെ പ്രവചനം വീട് വെക്കുന്നതല്ല, ആദ്യത്തെ പ്രവചനം ലോൺ അടയ്ക്കാം എന്ന് പറയുന്നതല്ല, ആദ്യത്തെ പ്രവചനം രോഗശാന്തി അല്ല. പിന്നെ ആദ്യത്തെ പ്രവചനം ഏതാണെന്ന് ചോദിച്ചാൽ പ്രവചനങ്ങളുടെ ഇരിപ്പിടമായ ദൈവത്തിൽ നിന്നും ഒരു പ്രവചനം വെളിപ്പെട്ടു വന്നു. എന്താണ് ആ പ്രവചനം? സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർത്ത് കളയും. ആദ്യത്തെ പ്രവചനം ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ നിസ്സംശയം പറയണോ? അത് സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കുമെന്ന് പ്രവചനങ്ങളുടെ ഇരിപ്പിടമായ ദൈവത്തിൽ നിന്ന് വെളിപ്പെട്ടു വന്നത് അത്രേ ആദ്യത്തെ പ്രവചനം എന്ന് പറയുന്നത്. ഇങ്ങനെ പ്രവചനങ്ങളുടെ ഇരിപ്പിടമായ ദൈവം തന്റെ ജനത്തോട് പ്രവചിക്കാൻ തുടങ്ങുകയാണ്. അവിടെ നിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് കൂടെ ഞാനൊരു ദൂത് പറയാം. ഒരു വിഷയത്തിൽ നമ്മൾ കയറി ഇറങ്ങുമ്പോൾ അല്ല ആ വിഷയം നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെയോ അത് സംഭവിക്കുന്നതിനേക്കാൾ മുമ്പ്, അത് നടക്കുന്നതിനേക്കാൾ മുമ്പ് ഇത് സംഭവിക്കുമെന്നറിയാവുന്ന ഉയരത്തിനകത്തൊരു പടച്ച തമ്പുരാൻ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവർക്കായി നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചൊല്ലുന്നു. പ്രിയരേ, ഞാൻ ആ വാക്ക് ഇറങ്ങി പറയുന്നു, എടുത്തു പറയുന്നു. ഒരു സംഭവം നടന്നു കഴിഞ്ഞ അനന്തരം അയ്യോ അത് സംഭവിച്ചോ എന്ന് നോക്കി ആവലാതിപ്പെടുന്നൊരു ദൈവത്തെ അല്ല നമ്മൾ ആരാധിക്കുന്നത്. അയ്യോ അത് നടന്നു കഴിഞ്ഞോ, കൊറോണ വന്നോ, കോവിഡ് വന്നോ, മഹാമാരി വന്നോ, പ്രളയം വന്നോ, അയ്യോ ഞാനത് അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് നിരാശയോടെ ഏതെങ്കിലും ഒരു ഒടിഞ്ഞ കസേരയ്ക്കകത്ത് ശിരസിനകത്ത് മൊത്തം വാർദ്ധക്യം പിടിച്ച് ശരീരം ചുക്കിച്ചുളിഞ്ഞു നരബാധിച്ച് താടിക്ക് കൈയും കൊടുത്തിരിക്കുന്ന ഒരു ദൈവത്തെ അല്ല നമ്മൾ ആരാധിക്കുന്നത്. പിന്നെയോ അത് സംഭവിക്കുന്നതിനേക്കാൾ മുമ്പ് അത് സംഭവിക്കും എന്നറിയാവുന്ന ഒരു ജീവനുള്ള ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത് പറഞ്ഞാൽ വിശ്വസിക്കുന്നവർക്കായി നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചൊല്ലുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി യോഗത്തിനകത്തിരിക്കുന്ന ദൈവമക്കൾ പറയണോ, എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന സകലത്തിൻ്റെയും ഉത്തരവാദിത്തം എൻ്റെ ദൈവം അറിഞ്ഞിട്ട് തന്നെയാണ്. നിസ്സംശയം ഞാൻ ആ വാക്കിറങ്ങി പറയുന്നു. എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന സകല കാര്യങ്ങളുടെയും ഉറവിടം എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് വിശ്വസിക്കുന്നവർക്കായി നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചൊല്ലുന്നു. ആകയാൽ പഴയ നിയമത്തിനകത്ത് ഇങ്ങനെ പ്രവചനം പറയുന്ന ദൈവം പ്രവാചക പുസ്തകങ്ങളെ എഴുതാൻ വേണ്ടി അഭിഷക്തന്മാരെ മനുഷ്യരെ നിയോഗം കൊടുക്കുകയാണ്. അങ്ങനെ ആമേൻ പഴയ നിയമത്തിനകത്ത് പ്രവാചക പുസ്തകങ്ങളെ രണ്ട് ഭാഗങ്ങളായി തരം തിരിക്കുന്നു. ഒന്നാമത്തേത് വലിയ പ്രവാചകന്മാരെന്നും രണ്ട് ചെറിയ പ്രവാചകന്മാരെന്നും. അപ്പോ പന്തലിനകത്ത് അല്ലെങ്കിൽ ഈ യോഗ സ്ഥലത്തിൽ ഗ്രൗണ്ടിനകത്തിരിക്കുന്ന വാത്സല്യ ദൈവമക്കളുടെ ഹൃദയത്തിനകത്തൊരു ചിന്ത വരാൻ സാധ്യതയുണ്ട്. എന്താ പാസ്റ്റർ വലിയ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ പാസ്റ്റർ അത്ര ഹൈറ്റൊക്കെ ഉള്ളത് കൊണ്ടാണോ? അല്ല, വലിയ വണ്ണമൊക്കെ ഉള്ളത് കൊണ്ടാണോ ഇവരെ വലിയ പ്രവാചകൻ എന്തേ വിളിക്കാൻ കാരണം? പറയാം, ഒത്തിരി ഹൈറ്റ് ഉള്ളത് കൊണ്ടല്ല, ഒത്തിരി വണ്ണമുള്ളത് കൊണ്ടല്ല. പിന്നെ അവരെഴുതിയ പുസ്തകങ്ങളുടെ അധ്യായങ്ങളുടെ എണ്ണം വലുതാണ്. 48 അധ്യായങ്ങൾ, 37 അധ്യായങ്ങൾ, ഇങ്ങനെ അവരെഴുതിയ 66 അധ്യായങ്ങൾ, ഇങ്ങനെ അവരെഴുതിയ പുസ്തകങ്ങളുടെ അധ്യായങ്ങൾ വലുതാകുന്നത് കൊണ്ട് അവരെ വലിയ പ്രവാചകന്മാരെന്ന് വിളിക്കുന്നു. എന്നാൽ ഹബക്കൂക്ക്, സഫനിയാവ്, ഹഗ്ഗായി, മീക്ക, മലാക്കി ഇതര പ്രവാചകന്മാർ എഴുതിയ പുസ്തകങ്ങളുടെ അധ്യായങ്ങൾ ചെറുതാണ്. 12 അധ്യായങ്ങൾ, 5 അധ്യായങ്ങൾ, 3 അധ്യായങ്ങൾ, 1 അധ്യായങ്ങൾ. അതുകൊണ്ട് അവരെ ചെറിയ പ്രവാചകന്മാരെന്ന് വിളിക്കുന്നു. എന്നാൽ പ്രവചനമെല്ലാം ദൈവത്തിന്റെ പക്കൽ നിന്ന് വെളിപ്പെട്ടു വരുന്നതാണ്. വിശ്വസിക്കുന്നവർക്കായി നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചൊല്ലുന്നു. അങ്ങനെ എങ്കിൽ മീക്ക എന്ന് പറയുന്നത് ഒരു ചെറിയ പ്രവാചകന്റെ ഗണത്തിൽ പെടുന്നതാണ്. ഇറങ്ങി ഞാൻ പറയുന്നു, അദ്ദേഹത്തിന്റെ പ്രവചനം ചെറുതാകുന്നത് കൊണ്ടല്ല അദ്ദേഹത്തെ ചെറിയ പ്രവാചകൻ എന്ന് വിളിക്കാൻ കാരണം അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളുടെ അധ്യായങ്ങൾ കുറവാകുന്നത് കൊണ്ടാണ്. മീക്ക ഒരു ചെറിയ പ്രവാചകനാണ്. ഇനിയും നിങ്ങൾ കേൾക്കണം, ഈ മീക്ക വന്ന കാലഘട്ടം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മീക്ക വന്ന പശ്ചാത്തലം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ശുശ്രൂഷകൻ എഴുന്നേൽക്കാൻ സാധ്യതയില്ലാത്ത പശ്ചാത്തലത്തിൽ നിന്നുമാണ് മീക്ക എഴുന്നേറ്റ് വരുന്നത്. കാർഷിക വിളവൊക്കെയുള്ള ഒരു ഗ്രാമത്തിൽ നിന്നുമാണ് മീക്ക എഴുന്നേറ്റ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ
തന്നെ വളർത്താൻ ആരുമുണ്ടായിരുന്നില്ല, തനിക്ക് സപ്പോർട്ട് നൽകാനോ തനിക്കൊന്ന് കൈപിടിച്ചു കയറ്റാനോ ആ കാലഘട്ടത്തിനകത്ത് ആരുമില്ലാതിരിക്കെ തൻ്റെ മേലുള്ള ദൈവത്തിന്റെ നിയോഗം വലുതാകുന്നത് കൊണ്ട് ഈ മനുഷ്യനെ ദൈവത്തിന്റെ പ്രവാചക ശുശ്രൂഷയിലേക്ക് കർത്താവ് കരം പിടിച്ചു കയറ്റുകയാ. അവിടെ നിർത്തിക്കൊണ്ടും ഈ ദേശത്തോട് ഞാൻ ഒരു ആത്മീയ സത്യം വിളിച്ചു പറയാം. ഒരു മനുഷ്യനെ ദൈവം എഴുന്നേൽപ്പിക്കുന്നതിന്റെ പിന്നിൽ അവന്റെ കുലശ്രേഷ്ഠത ഒരു വിഷയമല്ല, അവന്റെ കുടുംബ പാരമ്പര്യം ഒരു വിഷയമല്ല, അവന്റെ അറിവ് ഒരു വിഷയമല്ല, അവന്റെ ജ്ഞാനം വിഷയമല്ല, അവന്റെ കയ്യിലെ സർട്ടിഫിക്കറ്റിന്റെ വലിപ്പം നോക്കി നീ വന്ന വണ്ടി ഏതാ, ഞാൻ വന്ന വണ്ടിയുടെ ബ്രാൻഡഡ് നെയിം എന്താ, നീ ഇട്ടിരിക്കുന്ന ഷർട്ടിന്റെ ബ്രാൻഡഡ് നെയിം ഏതാ, നീ ഉപയോഗിക്കുന്ന ഫോൺ ഏതാ, ഐഫോൺ ആണോ ആൻഡ്രോയിഡ് ആണോ, ഇതൊക്കെ നോക്കി ഒരു മനുഷ്യനെ എഴുന്നേൽപ്പിക്കുന്നവനെ അല്ല ഇന്ന് രാത്രി നമ്മൾ ആരാധിക്കുന്നത്. പകരം നിയോഗം ഒരു ശിരസിനകത്തുണ്ടെങ്കിൽ അവനെ കരം പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന പക്ഷപാതമില്ലാത്ത ഒരു ജീവനുള്ള ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. പറഞ്ഞാൽ വിശ്വസിക്കുന്നവർക്കായി നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചൊല്ലുന്നു. അയ്യോ, എന്റെ കുഞ്ഞിച്ചിരി ബുദ്ധിക്ക് കുറവാ പാസ്റ്റേ, എന്റെ കുഞ്ഞിന് അത്രയും അറിവൊന്നുമില്ല, എന്റെ കൊച്ചിനൊത്തിരി ജ്ഞാനമൊന്നുമില്ല, അവൻ ഈ വിഷയത്തിനകത്ത് ഇച്ചിരി താഴ്ന്ന തട്ടിനകത്തുള്ളവനാ, അവൻ ബുദ്ധി കൊണ്ട് ഇച്ചിരി കുറവാ, അവൻ സൗന്ദര്യത്തിലൊക്കെയൊന്നുമില്ല. പലപ്പോഴും ഉദരത്തിനകത്ത് 9 മാസം കൊണ്ട് നടന്ന് വേദനയോടെ പേറി പ്രസവിച്ച ഞാൻ പോലും എന്റെ കുഞ്ഞിനെ നോക്കി പറഞ്ഞിട്ടുണ്ട്, പാസ്റ്റേ ഇവനെ പോലും പൊട്ടൻ വേറെ ആരുമില്ല, അയ്യോ കഴുത എന്നൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ട്. എന്റെ കുഞ്ഞിനെ ദൈവം എഴുന്നേൽപ്പിക്കുമോ പാസ്റ്റർ? ഉറപ്പിച്ച് ഞാൻ പറയാം, ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ നിയോഗം ആ കുഞ്ഞിന്റെ ശിരസിനകത്തുണ്ടെങ്കിൽ അവന്റെ പശ്ചാത്തലം നോക്കിയിട്ടല്ല, ദൈവീയ പദ്ധതി നോക്കി അവനെ എഴുന്നേൽപ്പിക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. വിശ്വസിക്കുന്നവർക്കായി നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചൊല്ലുന്നു. മീക അങ്ങനൊരു കാലഘട്ടത്തിനകത്ത് എഴുന്നേറ്റ് വരുന്ന ഒരു പ്രവാചകൻ അത്രയും മീക എന്ന് പറയുന്നത്. ഇനിയും നിങ്ങൾ കേൾക്കണം, ഈ മീക എന്നുള്ള പേരിന്റെ അർത്ഥം മീകായാഹു എന്ന് പറയുന്ന ഹ്രസ്വനാമത്തിൽ അറിയപ്പെടുന്ന ഈ മീകയുണ്ടല്ലോ, ഈ പേരിന്റെ അർത്ഥം എന്ന് പറയുന്നത് യഹോവയെ പോലെ ആരുള്ളൂ എന്നാണ്. എന്തോ ബ്യൂട്ടിഫുൾ വാക്കല്ലേ, യഹോവയെ പോലെ ആരുള്ളൂ. പലപ്പോഴും ഞാനിങ്ങനെ പറയാറുണ്ട്, നമ്മുടെ പേരിന്റെ അർത്ഥമൊക്കെ ഒന്ന് പഠിച്ചാൽ പരിശോധിച്ചാൽ നമുക്ക് നാണക്കേട് തോന്നും. സ്തോത്രം. അല്ല, ഈ കാലഘട്ടത്തിലെ പിള്ളേരുടെ പലരുടെയും പേര് കഴിഞ്ഞ ദിവസം ഏരോ മമ്മി പ്രാർത്ഥനാ വിഷയം പറഞ്ഞപ്പോൾ പറഞ്ഞു, എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ചുമ്മാതെ ഞാൻ ചോദിച്ചു, മക്കളുടെ പേരെന്നാ? മൂത്തവന്റെ പേര് മുട്ടു, രണ്ടാമത്തവന്റെ പേര് കുട്ടു. സ്തോത്രം. എന്തു അർത്ഥമാച്ചുള്ള സ്തോത്രം. എന്നാൽ മീക എന്നുള്ള പേരിന്റെ അർത്ഥം കണ്ടോ? യഹോവയെ പോലെ ആരുള്ളൂ, യഹോവയെ പോലെ ആരുള്ളൂ. അവിടെ നിർത്തിക്കൊണ്ട് ഈ ദേശത്തോടൊരു സുവിശേഷ യോഗത്തിന്റെ പ്രഥമ രാത്രിയാകയാൽ ഒരു ആത്മീയ സത്യം ഞാൻ അവിടെ നിന്നുകൊണ്ട് പറയാ, എൻ്റെ ദൈവത്തെ പോൽ മറ്റൊരു ദൈവമില്ല. വിശ്വസിക്കുന്നവർക്കായി നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചൊല്ലുന്നു. യഹോവയെ പോലെ ആരുള്ളൂ എന്നുള്ളൊരു വാക്ക് ഈ ദേശത്തിലെ പ്രിയപ്പെട്ടവർക്ക് മനസ്സിലാകുന്ന ഭാഷയാണോ എന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് 7:18 വാക്യത്തിൽ മീക തന്നെ പറയുന്നു, യഹോവയെ പോലെ ആരുള്ളൂ എന്നല്ല, നിന്നോട് സമനായ ദൈവം ആരുള്ളൂ. സ്തോത്രം. ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കൾ പറയണോ, എൻ്റെ ദൈവത്തെ പോൽ സമനായി വേറൊരു ദൈവത്തെ ഞാൻ ഈ ഭൂമിയുടെ പരപ്പിൽ കാണുന്നില്ല. എത്ര പേർക്ക് ഇന്ന് രാത്രി കരമുയർത്തി പറയാൻ കഴിയും? ദൈവമക്കളെ, എൻ്റെ ദൈവത്തെ പോൽ സമനായി ഇന്ന് രാത്രി വേറൊരു ദൈവത്തെ എനിക്ക് കാണാൻ കഴിയില്ല. അപ്പൊ ഈ ദേശത്തിനകത്ത് ചിലരുടെയെങ്കിലും മനസ്സിനകത്ത് ഒരു ആശങ്കയുണ്ട്. എന്താ നിന്റെ ദൈവത്തിന്റെ പ്രത്യേകത? ഞാൻ പറയാ, എൻ്റെ ദൈവം അത്ഭുതങ്ങളുടെ മന്ത്രിയാണ്, എൻ്റെ ദൈവം വീരനാം ദൈവമാണ്, അവൻ നിത്യപിതാവാണ്, അവൻ സമാധാനത്തിന്റെ പ്രഭുവാണ്, അവൻ അൽഫയാണ്, അവൻ ഓമേഗയാണ്, അവൻ ആദ്യനാണ്, അവൻ അന്ത്യനാണ്, അവൻ ഭൂരാജാക്കന്മാർക്ക് അധിപതിയാണ്, അവൻ തത്വത്തിന്റെ മുദ്രയാണ്, അവൻ സകല പിതാക്കന്മാർക്കും ആദ്യ ജാതനാണ്, അവൻ ഇശായുടെ കൊച്ചിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന ദൈവത്തിന്റെ മുളയാണ്, അവൻ ദാവീദ് ഗോത്രത്തിന്റെ സിംഹമാണ്, അവൻ ദാവീദിന്റെ താക്കോൽ കയ്യിലുള്ളവനാണ്, അവൻ തുറന്നാൽ അടയ്ക്കാൻ ശക്തിയുള്ള ലോകത്തിലെ ഒരു കൊടികുത്തിയ നേതാക്കന്മാരും ഇന്നു വരെ ജനിച്ചിട്ടില്ല. അവൻ അടച്ചാൽ അത് തുറക്കാൻ ശക്തിയുള്ള ഒറ്റ മാനുഷിക മണ്ഡലങ്ങളും ഭൂമിയുടെ പരപ്പിനകത്ത് ഉരുവായിട്ടിൽ. എന്റെ ദൈവത്തെ പോലെ ജീവനുള്ള വേറൊരു ദൈവമില്ലെന്ന് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കള് ഇന്ന് രാത്രിത്തെ യോഗത്തിനകത്തുണ്ടെങ്കിൽ ശബ്ദമുയർത്തി അല്പസമയങ്ങൾ അഭിഷേകത്തോടെ ദൈവകൃപയുടെ സാന്നിധ്യം ഏറ്റെടുക്കപ്പെട്ടവരാ ഈ പബ്ലിക് സ്ഥലത്തിനകത്ത് യേശുവിനെ ഉയർത്തുന്നതിനേക്കാൾ അഭിമാനം ഇന്ന് രാത്രി വേറെ എന്താ ഉള്ളത്? പറ. എന്റെ ദൈവത്തെ പോലെ വേറൊരു ദൈവമില്ല, എന്റെ ദൈവത്തെ പോലെ വേറൊരു ദൈവമില്ല. ഉത്തമഗീതത്തിൽ ചോദിക്കുക, നിന്റെ ദൈവമേതാ?
നിന്റെ പ്രാണപ്രിയനാരാ? അവള് പറയും എന്റെ പ്രാണപ്രിയനോ അവൻ 10,000 അതിസുന്ദരനല്ലയോ, അവൻ ഷാരോനിലെ പനിനീർ പുഷ്പമല്ലയോ. എന്റെ ദൈവത്തെ പോലെ മറ്റൊരു ദൈവമില്ല.